ഇന്ത്യ ഈ സൂപ്പർ ആയുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പാകിസ്ഥാനും ചൈനയും പിരിമുറുക്കത്തിൽ. ഇന്ത്യയുടെ K6 ഹൈപ്പർസോണിക് മിസൈൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. SLBM ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ മറികടക്കാൻ ഇതിന് കഴിയും. 2030 മിസൈൽ പരീക്ഷണം നടന്നേക്കുമെന്ന് നിലവിലെ വിലയിരുത്തൽ. ഇന്ത്യ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷവും ചൈനയുമായുള്ള തുടർച്ചയായ ശീതയുദ്ധവും ബംഗ്ലാദേശുമായുള്ള അസ്വാരസ്യങ്ങളുമൊക്കെ രാജ്യം പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമശക്തി പ്രകടിപ്പിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ഡ്രാഗണിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് നാവികശക്തി ശക്തിപ്പെടുത്തുന്നതിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഒരു ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിക്കുന്നു. K6 ഹൈപ്പർസോണിക് മിസൈൽ ഇത് അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൻ്റെ പരീക്ഷണങ്ങൾ വളരെ വേഗം പ്രതീക്ഷിക്കുന്നു എന്നതാണ് നല്ല വാർത്ത. ഹൈപ്പർസോണിക് മിസൈൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ മറികടക്കാൻ കഴിവുള്ള ഹൈടെക് എഞ്ചിൻ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയെ US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ ശക്തമായ രാജ്യങ്ങളുടെ ക്ലബിൽ ഉൾപ്പെടുത്തുന്നു. പരമ്പരാഗത ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള K6 മിസൈൽ ചൈനയ്ക്കും പാകിസ്ഥാനും മുകളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുൻതൂക്കം നൽകും. ഈ മിസൈലിന്റെ മുൻഗാമികളായ K4, K5 മിസൈലുകളെ അപേക്ഷിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് K6. ഹൈദരാബാദിലെ DRDOയുടെ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റംസ് ലബോറട്ടറിയിലാണ് K6 SLBM വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ നൂതനമായ S5 ക്ലാസ് SSBN അന്തർവാഹിനികളിൽ വിന്യസിക്കുന്നതിനായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത്. അരിഹന്തിനേക്കാൾ വലുതായ S5 12 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 2 മുതൽ 3 ടൺ വരെ ഭാരവുമുള്ള വാർഹെഡുകൾ വഹിക്കാൻ പ്രാപ്തവുമായിരിക്കും. K6 മിസൈലിന്റെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ശേഷി അതിന്റെ മാരകതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. 8000 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആക്രമണം നടത്താം എന്നതിനാൽ സുരക്ഷിതമായ ദൂരത്തിലിരുന്ന് കടലിനടിയിലിരുന്നും ശത്രുവിനെ ആക്രമിക്കാനാകുമെന്നതാണ് K6 മിസൈൽ കൊണ്ടുള്ള മെച്ചം. നിലവിൽ വികസിപ്പിക്കപ്പെട്ട ലോകത്തുള്ള ഏത് SLBMനേക്കാളും വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് K6. DRDO വികസിപ്പിച്ച അഗ്നി മിസൈലുകളുടെ വികസിത പതിപ്പാണ് K സീരീസിലുള്ള മിസൈലുകൾ. ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ K6 SLBMന്റെ വേഗതയാണ് അതിന്റെ ശക്തി. ഇത് റഡാറുകളിൽ കണ്ടെത്താനാകാത്തതാകുന്നു. ഇത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ 7.8 മാച്ച് ഏകദേശം 9261 കിലോമീറ്റർ വേഗത്തിലെത്താനും കഴിയും. 8000 കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലാണിത്. പരമ്പരാഗത പോർമുനകളും ആണവായുധവും വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ലായി മാറുന്ന അത്യാധുനിക ആയുധമായിരിക്കും ഇത്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്കടുത്തുള്ള കറാച്ചിയുടെ സ്ഥാനം അതിനെ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യമാക്കി മാറ്റുന്നു. ഈ പ്രധാന പാകിസ്ഥാൻ സാമ്പത്തിക കേന്ദ്രത്തിൽ വിജയകരമായ ഒരു ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് സാരമായി ബാധിക്കും. ഇന്ത്യയുടെ K6 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലിന് 8000 കിലോമീറ്റർ പരിധിയുണ്ടെന്ന് മുൻ ബ്രഹ്മോസ് ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നു. ഇതിന് പാകിസ്ഥാന്റെ ഏത് സമുദ്രഭാഗത്തും എത്തിച്ചേരാൻ കഴിയും. K3, K4, K5 SLBMകളുടെ മുൻ പരീക്ഷണങ്ങളെ തുടർന്നാണിത്. K4, K5 എന്നിവ ഇതിനകം സേവനത്തിലുണ്ട്. K6 വികസിപ്പിക്കുമ്പോൾ അഗ്നി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനൊപ്പം ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും ഗണ്യമായി വർദ്ധിക്കും. K6 മിസൈൽ പദ്ധതി 2017 ആരംഭിച്ചത്.
വെറും 8 വർഷം കൊണ്ട് മിസൈൽ വികസനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇന്ത്യയുടെ K4 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. 8000 കിലോമീറ്റർ പരിധിയുണ്ടെന്ന് ഒരു മുൻ ബ്രഹ്മോസ് ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുന്നു. ഇതിന് പാകിസ്ഥാന്റെ ഏത് സമുദ്രഭാഗത്തും എത്താൻ കഴിയും. K3, K4, K5 SLBMകളുടെ മുൻ പരീക്ഷണത്തെ തുടർന്നാണിത്. K4, K5 എന്നിവ ഇതിനകം സേവനത്തിലുണ്ട്. K6 വിന്യസിക്കുമ്പോൾ അഗ്നി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനൊപ്പം ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും ഗണ്യമായി വർദ്ധിക്കും. K4 മിസൈൽ പദ്ധതി 2017 ആരംഭിച്ചത്. വെറും 8 വർഷം കൊണ്ട് മിസൈൽ വികസനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇത്ര ദീർഘദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നത്. 8000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിച്ചെടുക്കേണ്ടത് ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ മിസൈൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു പ്രധാന ഘടകമായി മാറും എന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ തന്ത്രത്തിൻ്റെ ആണിക്കല്ലായിരിക്കും ഈ മിസൈൽ. ഇന്ത്യയുടെ K ശ്രേണിയിലെ മിസൈലുകളിൽ ഏറ്റവും നൂതനമായ ഒന്നാണിത്. ഇൻഡോ ചൈന കടലിൻ്റെ ഉപരിതലത്തിൽ ചൈന നേടുന്ന സ്വാധീനം കണക്കിലെടുത്താണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈന ഇപ്പോൾ കടലിൽ JL-3 ഘടിപ്പിച്ച ടൈപ്പ് 094ഉം ടൈപ്പ് 096ഉം മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭീഷണി നേരിടാൻ ഇന്ത്യ K6 മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 9261 കിലോമീറ്റർ വേഗത്തിൽ ഇത് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശത്രു രാജ്യങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആക്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷിതമായ പ്രദേശങ്ങളിൽ നിന്ന് ശത്രു രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഈ മിസൈൽ കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും. ഈ മിസൈലിന് 3 ഘട്ടങ്ങളുള്ള കര ഇന്ധന സംവിധാനമുണ്ട്. 2 മുതൽ 3 ടൺ വരെ പേലോഡ് ശേഷിയുണ്ട്. 12 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഇതിന് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുണ്ട്. വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് വ്യത്യസ്ത പോർമുനകൾ എത്തിക്കാൻ ഇതിന് കഴിയും. ഈ മിസൈൽ പൂർത്തിയാകുമ്പോൾ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK എന്നിവിടങ്ങളിൽ ഈ മിസൈൽ തീർച്ചയായും എത്തിച്ചേരും എന്നതിൽ സംശയമില്ല. 12 മുതൽ 16 വരെ K6 മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വരാനിരിക്കുന്ന S5 ആണവ അന്തർവാഹിനികൾക്കായി പ്രത്യേകമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ JL-2 മിസൈലിന് 7000 കിലോമീറ്റർ ദൂരപരിധിയും JL-3ക്ക് 9000 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. K6 മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാന എതിരാളികളാണ് മേൽപ്പറഞ്ഞ മിസൈലുകൾ. 5000 മുതൽ 6000 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 മിസൈൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇതിനോടകം തന്നെ ഉണ്ട്.